പണ്ടൊക്കെ ഈ പറഞ്ഞ പോലെ രൂപവും കളറ് കാര്യങ്ങളൊക്കെ വെച്ചൊക്കെ പല അന്നൊന്നും അത്തരത്തിലുള്ള നമ്മൾ ആ അതേ തമാശയിലൂടെ തന്നെ ഇപ്പോൾ പൊളിറ്റീഷ്യൻസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ തന്നെ വളരെ ഉന്നതിയിലിരിക്കുന്നവർ പോലും പൊട്ടിച്ചിരിക്കുന്ന വേദികൾ ഉണ്ടായിട്ടുണ്ട്. അവരുടെ മുമ്പിൽ വെച്ച് അവർ അനുകരിക്കുമ്പോൾ അവർ പറഞ്ഞ തമാശകൾ, അവരുണ്ടായിട്ടുള്ള വിവാദങ്ങളെ വരെ നമ്മൾ തമാശവൽക്കരിക്കുമ്പോൾ ഒക്കെ അവർ തന്നെ ആസ്വദിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതൊക്കെ അത് മാറിയിട്ടുണ്ട്. ആ മാറ്റം ചിലപ്പോൾ അനിവാര്യമാകാം. നമ്മൾ അല്ല, അത് കുറെ ഒരു പരിധി വരെ എന്തുമാകാം എന്ന് പറയുന്നത് അതൊരു സ്വാതന്ത്ര്യം നമുക്ക് തന്നിരിക്കുന്നത് എന്തിനും ഉള്ളതല്ലല്ലോ, അതിനുള്ള നിയമമുള്ളത്. കാരണം നമ്മൾ ആ ഒരു സ്വാതന്ത്ര്യം വെച്ചുകൊണ്ട് നമുക്കൊരു വേദി കിട്ടി, ഒരു തമാശ പറയാനുള്ള അവസരം കിട്ടിയെന്ന് പറഞ്ഞ ഒരാളെ ഹനിക്കുന്ന അവസ്ഥയിൽ ഇപ്പൊ നേരത്തെ സിറാജ് പറഞ്ഞ പോലെ തന്നെ അതിലേക്ക് പോകാതിരുന്നാൽ മതി. കേൾക്കുന്ന ആളെ, ഞാൻ ഒരാളെ അനുകരിക്കുമ്പോൾ അദ്ദേഹത്തെ കുറിച്ച് തമാശ പറയുമ്പോൾ അയാൾ കൂടി ആസ്വദിക്കാൻ കഴിയുന്ന തരത്തിലുള്ളതായിരിക്കണം എന്നുള്ളതാണ്. കാരണം ഒരു വ്യക്തി മാത്രമല്ല, ആ വ്യക്തിക്ക് ഒരു കുടുംബമുണ്ട്, മക്കളുണ്ട്, ഭാര്യയുണ്ട്, ആ സൊസൈറ്റിയിൽ അദ്ദേഹത്തെ റെസ്പെക്ട് ചെയ്യുന്ന ആളുകളുണ്ട്, അല്ലേ? അത്രയും നമ്മൾ നോക്കിയാൽ മതി. ഒരു ഇടവേളയ്ക്ക് ശേഷം വരുന്ന ഒരു കഥാപാത്രമാണ് അപ്പൊ പ്രേക്ഷകരിലേക്ക് എനിക്ക് ഇന്ന സിഗ്നേച്ചർ കൊണ്ടുവരാം, ഞാൻ തിരിച്ചെത്തി എന്ന് പറഞ്ഞ ലെവലിലേക്ക് ഒരു കഥാപാത്രമായിരിക്കണം എന്ന് ഉറപ്പായിട്ട് എക്സ്പെക്ട് ചെയ്യുന്നുണ്ടാവുമല്ലോ. അങ്ങനെ ഒരു കഥാപാത്രം എത്തി എന്ന് ഇപ്പോൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നുണ്ട്. ഞാനൊരിക്കലും ഇത്രയും ഇയേഴ്സ് ആയതുകൊണ്ടിട്ട് എനിക്കിങ്ങനെ ഒരു ക്യാരക്ടർ കിട്ടുമെന്നോ അല്ലെങ്കിൽ ഞാൻ ഒരു സിനിമ ചെയ്യുന്നോ ഒന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. അപ്പോൾ ഓർക്കപ്പുറത്ത് കിട്ടിയ ഒരു ക്യാരക്ടറാണിത്. പക്ഷെ അതിൻ്റെ കണ്ടന്റ് നല്ലതാണ്, എൻ്റെ ക്യാരക്ടർ നല്ലതാണ്, അതുകൊണ്ട് തന്നെയാണ് അത് ചെയ്തത്. ഇനിയും ഇവിടെ നിന്ന് അങ്ങോട്ട് അങ്ങനെയൊക്കെ കിട്ടിയാൽ തന്നെ ചെയ്യുന്നുള്ളൂ. നമ്മൾ ചെയ്യാനായിട്ടിരുന്നതൊന്നുമല്ല, നല്ല ക്യാരക്ടറാണ്, അതുകൊണ്ട് തന്നെ ചെയ്തതാണ്. ചുറ്റുപാടും ഇങ്ങനെ പ്രഷർ ചെയ്യുമ്പോഴും അതിന്റെ നിൽക്കുന്ന സ്റ്റാൻഡിൽ തന്നെ നിന്നുകൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് ഇങ്ങനെയല്ല എന്ന് പറഞ്ഞു കൊടുക്കുന്ന ഒരു കഥാപാത്രമാണ്. ശരിക്കും ഈ കമ്മ്യൂണിറ്റിയിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ? നടക്കുന്നുണ്ട്, ചുറ്റും എപ്പോഴും കാണാമല്ലോ, ചുറ്റും എപ്പോഴും ഉണ്ട്. ഞാൻ പക്ഷേ എൻ്റെ ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ സ്ട്രെയിറ്റ്, ഗോഡിനോട് സ്ട്രെയിറ്റ് ഉള്ളൊരു അപ്പിയറൻസ് ആണ്. കാര്യം ഇടയ്ക്ക് ഒരാൾ വേണ്ട കാര്യമില്ല. കാര്യം ഈശ്വരൻ എന്ന് പറഞ്ഞാൽ അത്രയും ഹൈപ്പാണ്. നമ്മളൊരു ഇടനിലക്കാരനെ നിർത്തുമ്പോൾ അത്രയും താഴ്ന്നു പോവല്ലേ ആ സ്ഥാനം. നമുക്കിപ്പോൾ ഒരു എന്താ പറയുക, ഒരു ആർട്ടിസ്റ്റിന് അസിസ്റ്റൻസ് ഉണ്ടാവും, പലർക്കും അങ്ങനെ അസിസ്റ്റൻസ് ഉണ്ടാവും. പക്ഷേ ഈശ്വരൻ അങ്ങനെ ഒരു ആൾ ആവശ്യമില്ല എന്ന് എനിക്ക് തോന്നണം. കാരണം അത്രയും പവറുള്ള ഒരാളല്ലേ, എല്ലാവരുടെ കാര്യങ്ങളും സ്ട്രെയിറ്റ് എടുക്കാൻ കഴിവുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ അങ്ങനെ പോകുന്ന ഒരാളാണ്. ചേച്ചിന്ന് വിളിക്കാൻ കാരണം നമുക്ക് ആ സ്ക്രീനിൽ കണ്ടപ്പോൾ നമ്മുടെ കുടുംബത്തിലെ ഒരു അംഗം അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന ഒരു സുഹൃത്ത് എന്നുള്ള നിലയിൽ തോന്നി. അതായത് ഞാൻ ചേച്ചി എന്ന് വിളിക്കാൻ കാരണം. അപ്പം ഈ ഒരു റോള് തിരഞ്ഞെടുക്കാൻ തോന്നിയ ഒരു പോയിന്റ് ഉണ്ടായിരിക്കുമല്ലോ. അപ്പം ഈ മതമാമൂലികളെ പൊളിച്ചെഴുതുന്ന അല്ലെങ്കിൽ യഥാസ്ഥിതികമായ മതവിശ്വാസങ്ങളെയും മതമാമൂലികളെയും തുറന്നു കാണിക്കുന്നതിനോടൊപ്പം തന്നെ ഒരുപാട് ജീവിതയാത്ര ഒരു പുരുഷൻ എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ നേരിടുന്ന പ്രശ്നങ്ങൾ, അത് വിദേശത്തു നിന്ന് വരുന്നതടക്കമുള്ള കാര്യങ്ങൾ, അതേപോലെ തന്നെ ഒരു കുടുംബിന് നേരിടുന്ന വിഷയങ്ങൾ, അതിനകത്ത് മതമാമൂലികളെ പൊളിച്ചെഴുതുന്നത് മാത്രമല്ല കുടുംബ ബന്ധങ്ങൾ എങ്ങനെ ഊഷ്മളമാക്കണം, പരസ്പരം സംസാരിച്ചാൽ തന്നെ കുറേയൊക്കെ പ്രശ്നങ്ങൾ മാറുമെന്നും പറയാതെ പറയുന്നത്, അതുപോലെ തന്നെ പങ്കുവയ്ക്കലുകൾ, ഫുഡൊക്കെ കൊണ്ടു കൊടുക്കുന്ന കാര്യത്തിലായാലും, അങ്ങനെ നമ്മുടെ ചുറ്റുപാട്, എൻ്റെ കുടുംബത്തിലായാലും നമ്മുടെ ചുറ്റുപാടുകളിലൊക്കെ കണ്ടുവരുന്ന ഒരു സ്ത്രീ കഥാപാത്രമായിട്ട് എനിക്ക് തോന്നി. അതുപോലെ തന്നെ നവാസികയുടെ കഥാപാത്രവും നമുക്കറിയാവുന്ന ഒരു കഥാപാത്രം. ഓരോരുത്തരും, ഞാനും ആ ഒരു പോയിന്റിലൂടെ കടന്നു പോകുന്ന ഒരാളാണ്. കുട്ടികളുടെ കാര്യത്തിലൊക്കെ ഞാനും ആ ഒരു നിങ്ങൾ അവതരിപ്പിച്ച അതിലൂടെ കടന്നുപോയ ഒരാളാണ്. അപ്പോൾ ഈ ഒരു സിനിമ തിരഞ്ഞെടുക്കാൻ കാരണം, അല്ലെങ്കിൽ ഈ മതമാമൂലികളുടെ പ്രശ്നങ്ങളൊക്കെ ഒരു വശത്ത് നിൽക്കുമ്പോൾ ഈ കുടുംബ ബന്ധങ്ങളുടെ ഊഷ്മളത അത് എങ്ങനെ കെട്ടുറപ്പായി മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് പറയാതെ പറയുന്നുമുണ്ട് സിനിമ. അപ്പൊ എന്താണ് ഈ ഒരു പ്രൊജക്ട് തിരഞ്ഞെടുക്കാനുള്ള ഒരു മെയിൻ റീസൺ എന്തായിരുന്നു? ഉണ്ട്. കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അനുഭവിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ടാവും. എനിക്ക് തോന്നുന്നു ഉൾസൈഡുകളിലായിരിക്കും. ഇപ്പോൾ വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും അടിച്ചമർത്തപ്പെടുന്ന ക്യാരക്ടറുകൾ ഉണ്ടാവും. അപ്പോൾ അവർക്ക് എന്തെങ്കിലും തരത്തിലൊരു സപ്പോർട്ട് കിട്ടണമെങ്കിൽ കിട്ടിക്കോട്ടെ എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. ഈ സ്റ്റോറി കേട്ടപ്പോൾ അങ്ങനെ എവിടെയെങ്കിലും അനുഭവിക്കുന്ന സ്ത്രീകളുണ്ടെങ്കിൽ അവർക്കൊരു അടുക്കളയിൽ നിന്ന് ഇറങ്ങിത്തേക്കെന്ന് പറയുന്ന പോലെ എന്തെങ്കിലും അവർക്കൊരു സ്കോപ്പ് ഉണ്ടെങ്കിൽ കിട്ടിക്കോട്ടെ എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. അത് എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ
കാലങ്ങളായിട്ട് ഈ മുസ്ലിം കൺസെപ്റ്റ് അല്ലെങ്കിൽ മുസ്ലിം പശ്ചാത്തലം വരുന്ന സിനിമകൾ എപ്പോഴും പറയുമ്പോൾ അതായത് മലബാറിൻ്റെ കൾച്ചറും അല്ലെങ്കിൽ മലബാറിൻ്റെ സ്ലാങ്ങും ഒക്കെയാണ് എപ്പോഴും ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ അവരുടെ ആ ഒരു തോർത്തുകളോ അല്ലെങ്കിൽ ഒരു ബെൽറ്റ് കെട്ടോ. അപ്പോൾ ഈ സിനിമയിൽ അങ്ങനെ ഒരു സാധനം പാടില്ല എന്ന് എനിക്ക് നിർബന്ധമാണ്. അപ്പോൾ നമ്മളത് വളരെ ശ്രദ്ധിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ താമസിക്കുന്ന ആലുവ പെരുമ്പാവൂരിൽ നിന്ന് അടുക്കാണ്. അപ്പോൾ ആ ഒരു സ്ലാങ് ഇതിനകത്ത് ഉപയോഗിച്ചാൽ നന്നായിരിക്കും. അല്ലെങ്കിൽ ഞങ്ങൾ സംസാരിക്കുന്ന പോലെ ഞങ്ങളും ഈ കമ്മ്യൂണിറ്റി പെട്ടാണല്ലോ, നമ്മളിങ്ങനെയാണല്ലോ സംസാരിക്കണേ. ഇത് പറയാൻ വേണ്ടിയിട്ട് വേറൊരു സ്ലാങ് നമ്മൾ കോപ്പി അടിക്കേണ്ട ആവശ്യമില്ല. അപ്പം നമ്മൾ ഇത് നമ്മുടേതായ സ്റ്റൈലിൽ തന്നെ നമ്മുടെ ഒരു സ്ലാങ് തന്നെ ഉപയോഗിച്ചു, ശൈലി ഉപയോഗിച്ചു എന്നുള്ളതാണ്. ഇതിലെ പാട്ടുകൾ ചെയ്തത് അത് കണ്ടില്ല, നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു. പാട്ടുകളെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഈ സിനിമയിൽ കുറേ കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ഗാനരചന ഞാൻ തന്നെയാണ്, സംഗീതം ഞാനാണ്. അപ്പം അത് അങ്ങനെയൊക്കെ തോന്നി ഇത് ചെയ്യാൻ പറ്റും എന്നുള്ള സാധനങ്ങൾ മാത്രം ചെയ്തിട്ടുണ്ട്. അത് വർക്കായി എന്നുള്ളതാണ്. നിങ്ങളാണ് ഇപ്പം കണ്ടില്ല എന്ന് പറഞ്ഞു, കണ്ടിട്ട് പറയുമ്പോഴാണ് കുറച്ചുകൂടി. അതിനൊക്കെ 3 ഗാനങ്ങൾ ഓൾറെഡി വന്നിട്ടുണ്ട്. അതൊക്കെ അത്യാവശ്യം ഇപ്പം നമ്മുടെ ഫസ്റ്റത്തെ ടീസറിൽ ഇറങ്ങിയ ഒരു സോങ് അത്യാവശ്യം വർക്കായിട്ട് ട്രെൻഡ് 40 ലക്ഷത്തോളം ആൾക്കാർ കണ്ടിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ അതൊക്കെ നമുക്ക് കിട്ടുന്നൊരു അംഗീകാരമാണ്. ഇതിൻ്റെ ഒപ്പം തന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഞാനൊരു പുതിയ ഡയറക്ടർ ആയതുകൊണ്ടും പുതിയ മ്യൂസിഷ്യൻ ആയതുകൊണ്ടും എൻ്റെ ഈ ഒരു ഓഡിയോ റൈറ്റ്സ് ഞാൻ ഇവിടുത്തെ സകല ചാനലുകളിലും പോയി പറഞ്ഞിട്ടുണ്ട് ഇതൊന്ന് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവരൊക്കെ എന്നെ തഴഞ്ഞു എന്നുള്ളതാണ്. കാരണം ഒരു പുതിയ എല്ലാ മ്യൂസിക് ഡയറക്ടർക്കും അല്ലെങ്കിൽ എല്ലാ നടന്മാർക്കും എല്ലാ ഡയറക്ടർക്കും ഒക്കെ തുടക്കമുണ്ടായിട്ടുണ്ട്. എപ്പോഴും മുമ്പിലേക്ക് വയ്ക്കുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ ഇതിനു മുമ്പ് എന്ത് ചെയ്തു, അല്ലെങ്കിൽ നിങ്ങൾ ഇതിനു മുമ്പ് വർക്ക് ചെയ്തു. ഈ ഒരു ചോദ്യം നേരിട്ട് ഞാൻ ഏകദേശം ഇവിടം വരെ എത്തി. പക്ഷേ ഇവിടെ ഞാൻ അത് പ്രസന്റ് ചെയ്തിട്ടുണ്ട്. എത്രത്തോളം അത് വിജയിച്ചു എന്നുള്ളത് പറയേണ്ടത് നിങ്ങളാണ്. നമ്മുടെ ഇപ്പൊ ഇങ്ങനെയുള്ള മതത്തിലെ ചില പോരായ്മകൾ ചില സത്യങ്ങൾ അല്ലെങ്കിൽ ചില തിരുത്തലുകൾ ആവശ്യപ്പെടുന്ന ആൾക്കാർ, ഇപ്പൊ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ചേകന്നൂർ മൗലവിയെ പോലുള്ളവർ 5 നിസ്കാരം ഇല്ല എന്ന് പറഞ്ഞെടുത്ത് ആള് തിരോധാനം സംഭവിച്ചതിന് ശേഷം, അപ്പോൾ അങ്ങനെയുള്ള ഒരു നാട്ടില് ഇതിനെ പറയാനുള്ള ഒരു പ്രചോദനം, അതായത് ആ ധൈര്യം ഇവിടുന്ന് കിട്ടി? അല്ല, ഇതെന്താണെന്നറിയോ, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഈ മതം എല്ലാ ആളുകളുടെയും മതം മനോഹരമായിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട്. മതം എപ്പോഴും മതം ഒരിക്കലും തിന്മയിലേക്ക് ആരും നയിക്കില്ല. മതം എപ്പോഴും നന്മ തന്നെ പറയണം. ആരെങ്കിലും ഏതെങ്കിലും ഒരു മതം പറയുന്നുണ്ടോ നിങ്ങൾ ആളെ കൊല്ലുന്ന അല്ലെങ്കിൽ അയൽക്കാരനെ ഉപദ്രവിക്കുന്നവരും പറയില്ല. എല്ലാവരും നന്മ തന്നെയാണ് പറയണത്. പക്ഷെ ഓരോരുത്തരും എനിക്ക് എൻ്റെ കമ്മ്യൂണിറ്റിയിൽ കിടക്കുന്ന കാര്യങ്ങൾ എനിക്ക് ധൈര്യമായിട്ട് തുറന്ന് പറയാം. എനിക്ക് ചങ്കൂറ്റം കാണിക്കണമെന്നുള്ളൂ. ഞാനത് കാണിച്ചിട്ടുണ്ട്. കാരണം എനിക്ക് മറ്റുള്ള മതങ്ങളെ അല്ലെങ്കിൽ അവരുടെ ആചാരങ്ങളെ എഴുത്തേണ്ട കാര്യമില്ല. കാരണം അത് അവരുടെ ആചാരങ്ങളും അവരുടെ വിശ്വാസങ്ങളുമാണ്. ഇസ്ലാം മതത്തിൽ പറയുന്ന കാര്യങ്ങളുടെ ഒരു വിശ്വാസമുണ്ട്, ഒരു ഏകദൈവ വിശ്വാസമുണ്ട്. ആ ദൈവത്തിൽ വിശ്വസിക്കുകയും പിന്നീട് അത് പരസഹായം തേടാൻ പോകുന്നതിനെതിരെയാണ് നമ്മൾ ഈ സിനിമ പ്രതിപാദിക്കുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞൊരു കാര്യം, എനിക്ക് കുറച്ച് അതായത് നമുക്ക് ഇപ്പം എപ്പോഴും സിനിമ ചെയ്യുമ്പോൾ എല്ലാവർക്കും വലിയ വലിയ അതായത് താരം, അദ്ദേഹം ആദ്യം ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ അടുത്താണ് പോയത്. അപ്പോൾ അടുത്ത മാസം കാണാമെന്ന് പറഞ്ഞു. പിന്നെ 1 വർഷം പറഞ്ഞു. അതായത് ഞാൻ പറയട്ടെ, അതെ അല്ല, ഭാസ്കർ സൂപ്പർ സ്റ്റാറാണ്. കാരണം പറഞ്ഞാൽ ഇതുപോലുള്ള ഒരുപാട് നടന്മാർ നമ്മുടെ ഇടയിലുണ്ട്, പ്രത്യേകിച്ച് മിമിക്രി കലാകാരന്മാർ തന്നെയുണ്ട്. ഇവർക്കും സത്യത്തിൽ അർഹതപ്പെട്ട കഥാപാത്രങ്ങൾ കിട്ടുന്നില്ല. കാരണം എപ്പോഴും ബിസിനസിന്റെ ഒരു ഇതിലേക്ക് വരുമ്പോൾ അവർക്ക് അഭിനയിക്കാൻ കഴിവുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. പിന്നെ നിങ്ങൾ ഈ സിനിമ കാണുമ്പോൾ ഭാസ്കരും രഹനായൊക്കെ അസാധ്യമായിട്ടാണ് പെർഫോം ചെയ്തേക്കുന്നത്. അപ്പോൾ അവർക്ക് അങ്ങനത്തെ ഒരു പാർട്ടി കിട്ടാത്തതുകൊണ്ട് അവർ പെർഫോം ചെയ്താൽ അവർക്ക് കിട്ടുന്ന കാരണം അതൊരു ഉപജീവന മാർഗം കൂടിയാണ്. ഞാൻ ഇന്നത്തെ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ജീവിക്കാൻ പറ്റൂല. പക്ഷെ നല്ല കഥാപാത്രങ്ങൾ അവർക്ക് കിട്ടി അവർ പെർഫോം ചെയ്യും. അതിന് ഏറ്റവും വലിയ ഉത്തരമാണ് ഈ സിനിമ. ശ്രദ്ധിക്കപ്പെടും എന്നും കൂടി അതിനകത്തുണ്ടാകും. ഒരു എന്താ പറയാ, എല്ലാവരും, ഞാൻ അങ്ങനെ പറയുന്നില്ല, എല്ലാവരും ഒരേ മതവിഭാഗത്തിൽ പെട്ടവരാണ് മെയിൻ സ്ട്രീമിലായിട്ട് ഇതിൽ വന്നിട്ട്, ഡയറക്ടർ ആയിക്കോട്ടെ, പ്രൊഡ്യൂസർ ആയിക്കോട്ടെ. അപ്പോൾ ഈ ഒരു വിഷയം ചർച്ച ചെയ്യുമ്പോൾ കൂടുതലായിട്ട് അത് ആൾക്കാർ ശ്രദ്ധിക്കപ്പെടും. അത് നിങ്ങൾക്ക് അതായത് യാദൃച്ഛികമായിട്ട് തോന്നുന്ന കാര്യങ്ങളാണ്. കാരണം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇപ്പോൾ ഇതിനകത്ത് ഒരുപാട് പേര് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ആൾക്കാർ വർക്ക് ചെയ്തു. ഇപ്പോൾ ആ ഉമ്മ കഥാപാത്രം ഷേർലി ടീച്ചറാണ്, ക്രിസ്ത്യൻസാണ്. അങ്ങനെ പിന്നെ ഇത് സിനിമയാണ്, ഒരു പക്ക സിനിമയാണ്. നമുക്ക് പറയാനുള്ളത് ആർട്ടിസ്റ്റുകൾ വെച്ച് ചെയ്തു. അവിടെ യാദൃച്ഛികമായിട്ട് സെയിം കമ്മ്യൂണിറ്റിയിൽ വന്നു. അതൊന്ന് ക്ലിയർ ചെയ്യണം. കാരണം വെച്ചാൽ
ഈ കഥ വന്ന സമയത്ത് സിറാജ് നമ്മുടെ അടുത്ത് അദ്ദേഹം പറയില്ല. കാരണം വെച്ചാൽ ഒരു ഡയറക്ടർ എന്ന നിലയ്ക്ക് നമ്മളത് കമ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഞാൻ ഇന്ന ആളെ ചിന്തിച്ചിരുന്നു, ഇന്ന ആളത് പോയിരുന്നു പറയില്ല. പക്ഷെ നമുക്കറിയാം അദ്ദേഹം അല്ലാത്ത പല സിറ്റുവേഷൻ പറഞ്ഞിട്ടുണ്ട്, ഞാനിത് ശ്രമം നടത്തിയിരുന്നു. അതായത് ബിസിനസ് എന്ന് പറയുന്നത് ഒരു വലിയ ഘടകമാണ് സിനിമയെ സംബന്ധിച്ച്. അപ്പോൾ ഏതൊരു സംവിധായകനും ആദ്യം ഒരു സിനിമയായിട്ട് വരുമ്പോൾ ഏറ്റവും നല്ല ബിസി ആയിട്ടുള്ള ബിസിനസ്സുള്ള നടൻ വേണം, നടി വേണം നമ്മൾ സ്വാഭാവികമായിട്ട് ആഗ്രഹിക്കും. അതിന്റെ പുറകെ അവർ നടക്കും, കുറേ നടക്കും, പിന്നെ തളരും, പിന്നെ ഇത് ചെയ്യണോ ചെയ്യണ്ടേ നമ്മൾ തീരുമാനിച്ചത്. എന്നിട്ട് അദ്ദേഹം തന്നെ അഭിനയിക്കുന്ന അവസ്ഥയിലേക്ക് എത്തും. അങ്ങനെയാണ് പല സിനിമകൾ നമ്മൾ കണ്ടിട്ടുള്ളത്. എനിക്കറിയാവുന്ന കുറെ വ്യക്തികളുണ്ട് അങ്ങനെ. ഉദാഹരണം ഇപ്പൊ റീസെന്റ് നടന്ന പല പടങ്ങളിലും അവർ പറയുന്ന കഥ അതാണ്. ഞങ്ങൾ ആദ്യം പോയത് ഇവിടെയാണ്, പിന്നെ 1 വർഷം കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞു, 3 വർഷം ഡേറ്റ് ഇല്ലെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു പറഞ്ഞ അവസാനം ഞാൻ തന്നെ അഭിനയിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള പടങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്, കഥകൾ കേട്ടിട്ടുണ്ട്. ഇദ്ദേഹം സിറാജ് പറഞ്ഞ ഒരുപാട് അലഞ്ഞില്ല, 2-3 പേരൊക്കെ സമീപിച്ചിരുന്നു. അന്നൊന്നും ഈ ഇപ്പോൾ ഇതിനകത്ത് രഹന അഭിനയിക്കണമെന്നോ ഒരു നായിക വേണം എന്നൊരു സംഭവമാണ് ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിന് പിന്നീട് ഉണ്ടായ ഒരു ചിന്താഗതിയാണ് ഞങ്ങൾ ഒരുമിച്ച് വന്നാൽ, അതിന് നമ്മൾ വേറെ ഇതിലേക്ക് പോകാതിരിക്കാനാണ് പറയുന്നത്. അതായത് ഞങ്ങൾ ഒരുമിച്ച് വന്നാൽ ഒരു പ്രത്യേകത അതിനുണ്ടാവും, അത് ഒരു ബാലൻസ്ഡ് ആയിരിക്കും, പിന്നെ ഒരു ഫ്രഷ്നെസ് അതിനകത്ത് ഉണ്ടാവും. ഇപ്പൊ ഞാൻ വന്നു പകരം അതിന് കൂടെ വേറെ നടി വന്നു, അല്ലെങ്കിൽ രഹന അഭിനയിച്ചു വേറെ നടൻ വന്നു എന്ന് പറയുമ്പോൾ നോർമലി വരുന്ന സംഭവം. ഞങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ്, അതായത് വിവാഹത്തിന് മുൻപാണ് ഒരുമിച്ച് ഒരു സിനിമയിൽ അഭിനയിച്ചത്, നീലാകാശം നിറയെ. കലൂർ രഘുമാറിന്റെ ഫസ്റ്റ് സ്ക്രിപ്റ്റ് ആണത്, എയർ കാസ്റ്റിംഗ് ഡയറക്ട് ചെയ്തത്. അപ്പൊ ഒരു വലിയ ഗ്യാപ്പിന് ശേഷമാണ് ഞങ്ങൾ ഒരുമിച്ചിരുന്നത്. ഈ സിറാജ് പറയുന്ന അതേ പുതുമ തന്നെയാണ്, ആ ഒരു സന്തോഷം തന്നെയാണ് ഞങ്ങളുടെ അടുത്ത് പറയുമ്പോൾ ഞങ്ങൾക്ക് തോന്നിയത്. അത് അങ്ങനെ സംഭവം വളരെ യാദൃശ്യമായിട്ട് സംഭവിച്ചത്. നോർമലി ഒരു സിനിമ തുടങ്ങി അവസാനിക്കുന്ന ഒരു പോയിന്റ് ഉണ്ട്. അതായത് ഒരു ഹാപ്പി എൻഡിങ് അല്ലെങ്കിൽ ഒരു എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ച് അല്ലെങ്കിൽ പുതിയൊരു ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ ആ ജീവിതം തുടരുന്ന ലെവലിലായിരിക്കും എൻഡ് ചെയ്യുന്നത്. ഇതിന്റെ എൻഡിങ് എന്ന് പറയുന്ന ഒരു പ്രശ്നത്തിലെ സൊല്യൂഷൻ ആയിട്ടുള്ളൂ, ബാക്കിയെല്ലാം അവിടെ തന്നെ അങ്ങനെ ആ ലെവലിലാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു എൻഡിങ് യൂസ് ചെയ്തത്? അല്ല, ഇത് നിലവിൽ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നതല്ലേ. ഈ പറയുന്ന ആൾക്കാർക്ക് ഇതുപോലെ തന്നെ ജീവിക്കുന്നുണ്ട്. നമ്മള് അതിപ്പോൾ നടന്നുകൊണ്ടിരിക്കും. നമ്മൾ ഈ സിനിമ പറഞ്ഞുകൊണ്ട് ഇപ്പൊ ഈ ലോകം മുഴുവൻ നന്നാവുന്നില്ല. പക്ഷെ ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്. അതായത് നമുക്കൊരു തോട്ട്, നമ്മൾ അതായത് ചിന്തിക്കാനൊരു സാധനം ഞാൻ അതിട്ട് കൊടുത്തിട്ടുണ്ട്. ചിന്തിക്കുന്നവർക്ക് ചിന്തിക്കാം, ആ വഴി തുടരുന്നവർക്ക് തുടരാം. നമ്മളാരും തടയാനോ അല്ലെങ്കിൽ കൊല്ലാനോ നമ്മൾ നടക്കുന്നില്ല. എനിക്ക് പറയാനുള്ള കാര്യം ഞാനത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എല്ലാം അമിതമായാലല്ലേ പ്രശ്നം. ഇപ്പൊ നാട്ടുപുറങ്ങളിലെ ഉൾഗ്രാമങ്ങളിലൊക്കെ ഈ നൂല് മന്ത്രിച്ചിട്ട് അല്ലെങ്കിൽ വെളിച്ചെണ്ണ മന്ത്രിച്ചു കൊടുക്കുക, പഞ്ചസാര മന്ത്രിച്ചു കൊടുക്കുക, ഇതൊക്കെ ഉണ്ട്. അപ്പൊ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസമാണ്. ഇപ്പൊ നമുക്കൊക്കെ എന്തെങ്കിലും വരുമ്പോൾ ഞാൻ ഉൾപ്പെടെ ചെയ്യാറുമുണ്ട്. പക്ഷെ അതൊക്കെ ഒരു ചെറിയ അതല്ല അങ്ങനെ പറഞ്ഞല്ല. അപ്പൊ അത് കട്ട് ചെയ്തു. അപ്പൊ ഇങ്ങനെ നമ്മളെ ഒരു മതത്തിൽ നമ്മൾ വിശ്വസിക്കുമ്പോൾ അതെന്ന് വെച്ചാൽ എല്ലാം അടച്ചാക്ഷേപിക്കുന്നത് ശരിയാണോ? ഒരു പേഴ്സൺ അല്ലെങ്കിൽ ഒരു സമൂഹത്തിൽ ജീവിക്കുന്ന ഒരാളെന്ന ഇതിന്റെ ഒരു വിഷയം എന്താണെന്ന് വെച്ചാല് നമ്മൾ മനുഷ്യരാണ്. മനുഷ്യർക്ക് എല്ലാം അംബാനിക്ക് പ്രശ്നമുണ്ട്, യൂസുഫ് അലിക്ക് പ്രശ്നമുണ്ട്, എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നങ്ങൾ വരുമ്പോൾ നമുക്കിനി എന്തായാലും പരിഹാരം എന്ന് ചിന്തിക്കുമ്പോഴാണ് ഈ ഓരോ വില്ലന്മാർ കയറി വരുന്നത്. അപ്പൊ അവര് ഇത് മിസ്യൂസ് ചെയ്യും. കാരണം ഇവര് ജീവിക്കുന്നത് ഇതുകൊണ്ടാണ്. ആരെങ്കിലും ഒരാൾ പൈസ മേടിക്കാതെ ആരെങ്കിലും പരിഹാര ക്രിയ ചെയ്യുന്നുണ്ടോ? ഒരു മനുഷ്യൻ ചെയ്യുന്നുണ്ടാവില്ല. ഒരു പ്രാവശ്യം ചെയ്യും, രണ്ടാമത് ചെയ്യുമ്പോൾ മോനെ ഒന്നും ആവശ്യമില്ല, നീ നേരിട്ടോട് പറഞ്ഞാൽ മതി എന്ന് പറയും. അത് നമ്മുടെ നിസ്സഹാവസ്ഥ മുതലെടുക്കുകയാണ് ശരിക്കും ഇവിടെ നടക്കുന്നത്. നമുക്കിതിന്റെ പൂർണ്ണമായ കഥ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ തിയേറ്ററിലേക്ക് വരില്ല. അപ്പൊ അതുകൊണ്ട് അത് സിനിമ കണ്ടിട്ടാണ് നിങ്ങളിത് വിലയിരുത്തേണ്ടത്. നോർമലി ഒരു കലാകാരൻ എന്ന നിലയിൽ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ്. അതുപോലെ ഒരു വേണമെന്ന് വെച്ചാൽ സീരിയസ് കഥാപാത്രത്തിന് ഈസിയായി കൈകാര്യം ചെയ്യുന്ന ഒരു ആക്ടർ. ഈ പറഞ്ഞ മാർക്കറ്റ് വാല്യൂവിന്റെ പേരിൽ എപ്പോഴും റിജക്ഷൻസ് ഫീൽ ചെയ്തു? അതുണ്ടായിരിക്കാം, അത് അറിഞ്ഞും അറിയാതെ ഒക്കെ പലതും സംഭവിച്ചിട്ടുണ്ടാവാം. നമ്മളിപ്പോ ഒരു 4 പേര് വരുന്ന ഒരു കഥ, മെയിൻ ലീഡിങ് ക്യാരക്ടർ അല്ല ഞാൻ പറയുന്നത്, ഒരു 4-5 പേര് വരുന്ന ക്യാരക്ടർ നമ്മൾ ആദ്യം ചിന്തിച്ചിട്ട് പിന്നെ മാറ്റങ്ങളൊക്കെ സംഭവിക്കും. അതൊക്കെ വളരെ സ്വാഭാവികമായിട്ട് എല്ലാ സിനിമകളിലും എല്ലാ സിനിമാക്കാരിലും ഒക്കെ എല്ലാ നടന്മാരിലും ഒക്കെ സംഭവിച്ചിട്ടുണ്ട്. നമ്മുടെ എൻ്റെ എന്നുള്ളതല്ല, പലവരും പല അനുഭവങ്ങളും പങ്കുവെക്കുമ്പോൾ നമുക്കത് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അങ്ങനെ തന്നെയാണ്. അത് കാലാകാലങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ്. ആ മാറ്റങ്ങൾ ശരിക്കും സംഭവിച്ചേ മതിയാകും. അല്ല, അതായത് ബിസിനസ് മാത്രം, ഇപ്പോൾ സലീംക പറഞ്ഞ പോലെ ആളെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. ബിസിനസ്സിന് വേണ്ടി മാത്രം വരുന്ന ആളൊരു
ലിസ്റ്റ് തയ്യാറാക്കുമ്പോൾ ഇന്നാൾ മതി, അപ്പോൾ അയാൾക്ക് മാർക്കറ്റ് ഇയാൾക്കുണ്ടോ, എന്നാൽ ഇയാൾ മതി എന്ന് പറയുന്നത്. പിന്നെ ഡേറ്റിന്റെ വല്ല ക്ലാഷോ കാര്യങ്ങളോ വരുമ്പോഴായിരിക്കും ആ ഓപ്ഷനിലേക്ക് അടുത്ത ആൾ വരിക. അതങ്ങനെ ഉള്ളൂ, സർവ്വസാധാരണ. എപ്പോഴെങ്കിലും വിഷമിപ്പിച്ചിട്ടുണ്ടോ അത്? എന്നെയോ? എനിക്ക് എല്ലാ പടങ്ങളും വിഷമമാണ്, ഞാൻ ഇല്ലാത്ത പടങ്ങളൊക്കെ. അത് അവര് ചിലപ്പോൾ എന്നെ ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല, പക്ഷെ എനിക്ക് ഭയങ്കര വിഷമമാണ്. കാര്യം വെച്ചാൽ ഒരു ആക്ടറിനെ സംബന്ധിച്ച് എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിരിക്കുമല്ലോ ഒരു സ്ക്രീൻ സ്പേസിൽ ലീഡ് ചെയ്യുന്ന ഒരു കഥാപാത്രം ചെയ്യുക. അതെന്താ വെച്ചാൽ ആ വിഷമം എനിക്ക് തോന്നാത്തതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ, അങ്ങനെ വിഷമിക്കാതിരിക്കുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില സംഭവങ്ങൾ വന്നു കയറും. ഇപ്പൊ ഇത് ഈ സിനിമ എത്ര പേര് കാണുന്നു എന്നുള്ളതല്ല, എൻ്റെ ലൈഫിൽ എൻ്റെ കരിയറിൽ സൂക്ഷിക്കാവുന്ന ഒരു നല്ല ചിത്രമാണ് ഇഴ. അത്രേ ഉള്ളൂ. അതൊക്കെ നമ്മൾ പ്രതീക്ഷിക്കാതെ വന്ന കാര്യമാണ്. അത് പണ്ടും അങ്ങനെ തന്നെയാണ്. ശേഷമാണ് അഭിനയിക്കുന്നത്. ഈ നവാസ്ക കാരണം ഒരുപാട് കരണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു എനിക്കങ്ങനെ വീട്ടിൽ കരയേണ്ടി വന്നിട്ടില്ല. കുറെ നാളായിട്ട് കരയാതെ ഇരുന്നിട്ടായിരിക്കും സ്ക്രീനിൽ ഞാൻ അങ്ങനെ കരഞ്ഞെന്ന്. ഞാൻ നേരത്തെ തുടങ്ങി, അതായത് ചെറുക്കളെ തുടങ്ങി എൻ്റെ ഫാദർ ഡ്രാമയിൽ മെയിൻ ക്യാരക്ടർ ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഉപ്പാടെ ഒരു വീക്ക്നെസ് ആണത്. കാര്യം എന്താ വെച്ചാൽ നന്നായിട്ട് സെൻറ്റി നന്നായിട്ട് വർക്കൗട്ട് ചെയ്യും. അപ്പോൾ അത് കണ്ടിട്ട് എനിക്ക് അതുപോലെ പെർഫോം ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ട് ആണ് എനിക്ക് ഉപ്പയുടെ പേര് കൊച്ചിൻ ഹസനാർ എന്നാണ്. അപ്പോൾ ഉപ്പ ചെയ്യണ കണ്ടിട്ട് എനിക്കത് ചെയ്യണമെന്ന ആഗ്രഹത്തോടു കൂടിയാണ് ഞാൻ ഫീൽഡിൽ വന്നിട്ടുള്ളത്. അപ്പോൾ എനിക്ക് മാക്സിമം കിട്ടുന്ന സെൻറ്റിയൊക്കെ ഞാൻ അടിച്ചു പൊളിച്ച് ചെയ്യും. ഇപ്പോഴേ ഉപ്പയുടെ കാര്യം പറഞ്ഞുകൊണ്ട് വെച്ചാൽ അതിനകത്ത് ആ ഉപ്പയുടെ ക്യാരക്ടർ ചെയ്ത എൻ്റെ ഫാദർ അദ്ദേഹത്തിന് സ്ക്രീനിൽ കണ്ട സമയത്ത് ശരിക്കും അങ്ങനെയുള്ള ഒരാൾ തന്നെയാണ്. അതായത് ഒരു അഭിനേതാവിനെ കൊണ്ട് നിർത്തി അഭിനയിപ്പിക്കുന്നത് പോലല്ല ഫീൽ ചെയ്തത്. ശരിക്കും അങ്ങനെ ഒരാളുണ്ട്, അങ്ങനെ തന്നെ തോന്നി. അപ്പം അദ്ദേഹത്തിന് വേറെ സിനിമകളിൽ അങ്ങനെ എന്റെ കുഴപ്പമാണെന്ന് അറിയില്ല. ഒരു മൂവി ലേലത്തില് ചെറിയൊരു സമയം ചെയ്തിട്ടുണ്ട്, ഒരു മുസ്ലിങ്ങളുടെ കാര്യം. അത് ജസ്റ്റ് ഒരു സീനാണ്. ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് ഇപ്പൊ പറഞ്ഞപ്പോ മനസ്സിലാകുന്നത് നാടകകലാകാരനായിരുന്നു. 45 years ആയിട്ട് ഡ്രാമയിൽ ഇപ്പോഴും മെയിൻ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച ബെസ്റ്റ് ആക്ടർക്കുള്ള അവാർഡ് ഉണ്ടായിരുന്നു, പ്രൊഫഷണൽ ഡ്രാമ ആയല്ല പാട്ടുപറ്റി എന്ന് പറഞ്ഞത്. ഈ ഡയറക്ടറോട് ഇവരിലൂടെയാണോ അദ്ദേഹത്തിലേക്ക് എത്തിയത്, അതോ അദ്ദേഹത്തെ കാസ്റ്റ് ചെയ്യണമെന്നൊരു തീരുമാനം ഉണ്ടായിരുന്നു? ഇല്ല. അതായത് ഞാൻ ഇവരെ രണ്ടുപേരെയാണ് ആദ്യം നമ്മളത്. അത് നവാസ്ക കാരണം രഹന ഓൾറെഡി ഫീൽഡിൽ ഇല്ല. നവാസ്കയിലേക്ക് എത്താനും പറഞ്ഞ ഞാൻ വിളിച്ചോ പറഞ്ഞു ഇല്ലടാ ഞാൻ മെയിൻ ലീഡ് അങ്ങനത്തെ ഇല്ല, നീ ഒരു ക്യാരക്ടേഴ്സ് എന്തെങ്കിലും പറഞ്ഞേ. ഇതൊക്കെ ഞാൻ പെട്ടെന്ന് സ്ക്രിപ്റ്റ് കേട്ട് കഴിഞ്ഞപ്പോഴാണ് നവാസ്ക ഇതായത്. അപ്പം ഞാൻ അന്ന് അവിടുന്ന് പോരുമ്പോൾ എനിക്കൊരു ആഗ്രഹമുണ്ട്, ഇതിനൊപ്പം ഒന്ന് രഹനായും കൂടി അഭിനയിച്ചാൽ അതിനൊന്ന് വഴക്കൊന്നും പറയരുതെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ പറഞ്ഞത്. രഹനായും കൂടി അഭിനയിച്ചാൽ എനിക്കൊരു സന്തോഷം, നിങ്ങൾ ശരിക്കും വർക്കൗട്ട് ആവും. പിന്നെ ഒരു പുതുമയുണ്ട്. അത് എപ്പോഴും നമ്മൾ ഈ കാണുന്ന അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ആക്ട്രസോ അല്ലെങ്കിൽ ആക്ടറൊക്കെ എപ്പോഴും നമുക്ക് ഇഷ്ടംപോലെ ഉണ്ട്. പക്ഷെ ഒരു ഇവർ രണ്ടുപേരും കലാകാരന്മാർ ഭാര്യ ഭർത്താക്കന്മാരൊക്കെ സിനിമയിൽ വരാമെന്ന് വളരെ അപൂർവമാണ്. വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയാൻ പാടില്ല, കാരണം ഇത്ര മെയിൻ ലീഡായിട്ട് അത് പിന്നെ അത് നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരുടെ ആ ഒരു പ്രസൻസ് നന്നായിട്ട് ഇഷ്ടപ്പെടും ആൾക്കാർ എന്നുള്ളൊരു വിശ്വാസം കൊണ്ടാണ് നമ്മൾ ഇവരിലേക്ക് എത്തിയത്. അപ്പോൾ അങ്ങനെ അവിടെ ചെന്നപ്പോൾ ഉപ്പ എന്ന് പറഞ്ഞൊരു നാടക നടൻ അവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ ക്യാരക്ടർ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ഉപ്പാനെ അന്നാണ് കാണുന്നത് അവിടെ ജസ്റ്റ് വെച്ച്. അപ്പോൾ ആരെങ്കിലും നാടക നടൻ നമുക്ക് അങ്ങനെ ഈ ഉപ്പാടെ കാര്യം കൂടി നമുക്കൊന്ന് ഒരു വീട്ടിൽ നിന്ന് തന്നെ ഒരു വണ്ടിക്ക് 3 പേര് പോകുന്നുള്ളൂ. നമുക്ക് മൊത്തത്തിലുള്ള എമൗണ്ട് പറഞ്ഞു കൊട്ടേഷൻ. അപ്പൊ അങ്ങനെ ലാഭം പ്രൊഡ്യൂസർക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് സിറാജ്. ചോട്ടിന്ന് പോയാലും കുളത്തിലാണല്ലോ, പുറത്തേക്ക് പോയില്ലോ. ഇതിന്റെ റിലീസ് ഡേറ്റ് ഫെബ്രുവരി 7th ആണ്. പക്ഷെ ഫെബ്രുവരി 6th പാൻ ഇന്ത്യൻ പടമായ അജിത്തിന്റെ വിടാമുയർച്ച ഇറങ്ങുന്നുണ്ട്. അപ്പൊ ഇത് ഒരു പേടിയുണ്ടോ? കാരണം ഇത് ഈ വിടാമുയർച്ചയുടെ റിലീസിന് ശേഷമാണ് അതിന്റെ റിലീസ് പ്രഖ്യാപിക്കുന്നത്. എന്താണ് ഇതിന്റെ ഇല്ല, നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടുത്തെ ഒരു സിനിമകളുടെ ഒപ്പം വെല്ലുവിളിക്കാനോ അല്ലെങ്കിൽ അവരുടെ ഒപ്പം കിടപിടിക്കാനോ നമ്മളില്ല. ഇതൊരു കൊച്ചു ചിത്രമാണ്, ഇതൊരു ഫാമിലി ഓറിയന്റഡ് ആയിട്ടുള്ളൊരു സിനിമയാണ്. നിങ്ങൾ ഈ ഒരു കൊച്ചു സിനിമയിൽ ഇനി എത്ര വലിയ സിനിമകൾ ഉണ്ടെങ്കിലും നിങ്ങൾ ആ സിനിമയും കാണണം, എൻ്റെ സിനിമ മാത്രം കാണണമെന്നല്ല. ഇതൊരു കലാമൂല്യമുള്ളൊരു സിനിമയാണ്. ഇത്തരം സിനിമകൾ ഇനി ചെയ്യാൻ നമുക്ക് പ്രചോദനം ഉണ്ടാവണമെങ്കിൽ നിങ്ങൾ തിയേറ്ററിൽ ഈ പറഞ്ഞ പോലെ
പ്രൊഡ്യൂസർക്ക് എൻ്റെ അടുത്ത് സലീംക്ക പറഞ്ഞ എനിക്കതിനകത്ത് ഒരു രൂപ ലാഭം വേണ്ട, നീ മുടക്കിയ കാശുണ്ടെങ്കിൽ നമുക്ക് അടുത്ത സിനിമ ചെയ്യാമെന്നാ പറഞ്ഞത്. എൻ്റെ കയ്യിൽ കലാമൂല്യമുള്ള ഒരുപാട് കഥകളുണ്ട്, ഇനി ബിസിനസ് പരമായിട്ടുള്ള കഥകളുണ്ട്, അത് ഏതിലേക്ക് പോകണമെന്നുള്ളത് നിങ്ങളാണ് തീരുമാനിക്കുന്നത്. ഇനിയിപ്പം അതായത് മുസ്ലിംസിൽ മാത്രമല്ലല്ലോ ഈ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ളത്. ഇപ്പൊ നമ്മുടെ ഒരു പ്രമുഖ ധ്യാന കേന്ദ്രത്തില് അവിടുത്തെ പത്രം, അവരുടെ പത്രം ഒരു അസുഖം വന്നപ്പോൾ അത് കഴിച്ചിട്ട് ആകെ ബുദ്ധിമുട്ടായി ICU വരെ പോകുന്ന ഒരു സിറ്റുവേഷനിൽ വന്നിരുന്നു. അപ്പൊ അതുപോലുള്ള കുറെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് മറ്റു പല മതങ്ങളും. ഇപ്പൊ പ്രൊഡ്യൂസർ ഈ പടത്തിൽ നിന്ന് ലാഭം കിട്ടിക്കഴിയുമ്പോ അങ്ങനെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാനായിട്ട് അല്ല, അങ്ങനെ നമ്മളിങ്ങനെ മതം തന്നെ പറയണമെന്നും ഇല്ലല്ലോ. നമ്മളിത് പറയാനുള്ളത് ഈ സാധനത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇതിനിപ്പോ ഒരു കുറെ കാലത്ത് എല്ലാ മതങ്ങൾക്കും ഇത് കാണാം, അല്ലാണ്ട് ഇതിപ്പോ ഇത് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ മാത്രമുള്ള കാണാനുള്ള സിനിമ അല്ലല്ലോ. ഒരു സിനിമയാണ്, പക്ക ഒരു സിനിമയാണ്. ഇതിനകത്ത് എല്ലാ കാസ്റ്റിന്റെയും കാര്യങ്ങൾ പറയുന്നുണ്ട്. നമ്മളിതിനകത്ത് മതസൗഹാർദ്ദം പ്രസന്റ് ചെയ്യുന്നുണ്ടല്ലോ. നമ്മളങ്ങനെ ഇതൊരു മതം പറയുന്ന സിനിമ അല്ലല്ലോ. നിങ്ങളെങ്ങനെ തോന്നിയോ ഇതൊരിക്കലും മതം പറയുന്ന സിനിമ? ഇത് നമ്മുടെ ചുറ്റുവട്ടത്ത് നടക്കുന്ന കാര്യങ്ങളാണ്, ഇത് നമ്മുടെ ഇടയിൽ നടക്കുന്ന കാര്യങ്ങളാണ്. ഈ സാമൂഹികമായിട്ടുള്ള ഈ അനാചാരങ്ങൾക്കെതിരെയുള്ള സിനിമയാണ്, ഒരിക്കലും അല്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇതൊരു പക്കൊരു ശരിക്കും സിനിമ ആണ്, നിങ്ങൾക്ക് എന്റർടൈൻ ചെയ്യാനാണ്. ഇത് 1 മണിക്കൂറിനും 50 മിനിറ്റും, അല്ലാണ്ട് നമ്മളിത് ആരെയും വിളിച്ച് ഇത് ഭയങ്കരമായിട്ട് കത്തിക്കണം അങ്ങനെ ഒരു ചിന്തയില്ല. പക്ഷെ അതിനകത്തൊരു മെസ്സേജ് ഉണ്ട്, ഇഷ്ടപ്പെട്ടാൽ സന്തോഷം. ഞാൻ പറഞ്ഞില്ല നേരത്തെ, ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്. ചോദ്യങ്ങൾ തീർന്നപ്പോൾ ഞാൻ മാധ്യമപ്രവർത്തനമല്ല, അല്ലാതെ ചോദിക്കുകയാണ്. നേരത്തെ പറഞ്ഞു ചൈതന്യ മോളുടെ കാര്യമെല്ലാം പറഞ്ഞു. ഈ സിനിമ സാമുദായികപരമായിട്ടോ ഒരു ഇന്നോവേഷൻ അല്ലെങ്കിൽ ഒരു ഇത് വരുത്താൻ വേണ്ടിയുള്ള സിനിമയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷെ അതോടൊപ്പം തന്നെ അത് ചേരൂർ മൗലവിക്ക് എന്ത് സംഭവിച്ചു എന്ന് എനിക്ക് മനസ്സിലാവും. നേരത്തെ അദ്ദേഹം മാധ്യമപ്രവർത്തനം ചോദിച്ച കാര്യമാണ് ഞാൻ പറയുന്നത്. ചേരൂർ മൗലവിക്ക് എന്താ സംഭവിച്ചത് മനസ്സിലാവും. നമുക്ക് അങ്ങനെ ഒരു നല്ലൊരു സിനിമയാണ് ചെയ്തിരിക്കുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷെ ആ രീതിയിൽ നമുക്ക് ആ രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയുമോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. എനിക്ക് ചോദ്യം മനസ്സിലായില്ല. അതായത് എന്നെ തട്ടിക്കളയോന്നാണ് ഉദ്ദേശിച്ചത്. ഇത് അങ്ങനെയൊന്നും പോകേണ്ട കേസ്. ഇതൊരു സിനിമയാണ്, നമുക്ക് സിനിമയായിട്ട് കണ്ടു കഴിഞ്ഞാൽ ഇത്തരം വിഷയങ്ങളില്ല. ഇത് നമ്മൾ ഒരിക്കലും മതം പറയുക അല്ലെങ്കിൽ പൊളിറ്റിക്സ് പറയുമെന്നല്ല, നിങ്ങൾ ഇതിനൊരു സിനിമയായിട്ട് കാണുക. അത് ഇഷ്ടമുള്ളവർക്ക് ഏത് രീതിയിൽ വ്യാഖ്യാനിക്കാം, അത് വിഷയമല്ല. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ പറയാനുള്ള കാര്യങ്ങൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഇനി നാളെ മുതൽ ഈ സിനിമയുടെ പേരിൽ എനിക്കിപ്പോ ഇവിടെ നടക്കുന്ന എല്ലാ സാമുദായിക കാര്യങ്ങളിൽ ഇടപെടേണ്ട കാര്യമില്ല. കാരണം ഞാൻ അടുത്ത സ്ക്രിപ്റ്റ് ആയിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്. ചർച്ചകൾക്ക് അപ്പുറമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും, ചർച്ചകളൊന്നും ഉണ്ടാവാറില്ല, അപ്പുറമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഉണ്ടാവുന്നത്. കാരണം ഇത് ഭയങ്കര ധൈര്യത്തോടെ ചെയ്തേക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഇതില് വരാൻ പോകുന്ന കുറച്ച് കാര്യങ്ങൾ ശരിക്കും അതിന് വിമർശിച്ചിട്ടുണ്ട്, ഭയങ്കരമായിട്ട് വിമർശിച്ചിട്ടുണ്ട്. അതാണ് പുള്ളിക്ക് പറഞ്ഞതെന്ന് മനസ്സിലായ കാര്യം. അതായത് നമുക്ക് എന്താ പറയാ, ചർച്ചകൾക്ക് അപ്പുറമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുകയാണെങ്കിൽ അതിലേക്ക് എങ്ങനെ നേരിടും എന്നുള്ള കാര്യമാണ് ഞാൻ. ആയുസിന്റെ കാണാം എന്തെങ്കിലും ഞാനെന്താ, കാരണം എന്റെ കയ്യിലിരിക്കുന്ന കാര്യമാണ്. ആർക്കെങ്കിലും കുബുദ്ധി തോന്നി എന്നെ തട്ടിക്കളഞ്ഞ് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അത് അവര് ജയിലിൽ പോയി കേസൊക്കെ ആയിട്ട് നടക്കും. അതല്ല, എന്നെ നിലനിർത്തി കഴിഞ്ഞാൽ ഞാൻ നല്ല സിനിമയൊക്കെ ആയിട്ട് വരാൻ കഴിയും എന്ന് എനിക്ക് ഉണ്ടാവണം. അല്ല, ഇതിനകത്ത് നമ്മളിങ്ങനെ എപ്പോഴും ഇങ്ങനെ മതം പറയേണ്ട കാര്യം, ഇതൊരു മതസിനിമ അല്ല ഇതൊരിക്കലും. നമ്മളിങ്ങനെ ഈ ചർച്ച ആക്കുമ്പോൾ തന്നെ ആളുകൾ വല്ലാണ്ട് വേറെ രീതിയിലേക്ക് തലത്തിലേക്ക് പോകും. നിങ്ങൾക്ക് അങ്ങനെ ഒരു ഞാൻ ചോദിച്ചു, നിങ്ങൾ ചോദിച്ചു, നിങ്ങൾ സിനിമ കണ്ടതാണ്, ഇതൊരു മത സിനിമയാണോ? ആണോ? ഇതെന്താണ്? അല്ല, അന്ധവിശ്വാസങ്ങൾ അതായത് എല്ലാ കാലഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഈ കാലഘട്ടത്തിൽ പറയണത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് നമുക്ക് ലോകം വിരൽത്തുമ്പിൽ, അതായത് ഒരു മൊബൈലിൽ നമുക്ക് അടിച്ചു കഴിഞ്ഞാൽ എന്താണ് നിജസ്ഥിതി എന്ന് നമുക്ക് അറിയാവുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അത് വിദ്യാഭ്യാസപരമായിട്ടും സാമൂഹികപരമായിട്ടൊക്കെ നമുക്ക് അറിവുണ്ട്. ഈ അറിവുള്ള കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ നമ്മൾ ഇത്ര ടെക്നോളജികൾ വളർന്ന കാലഘട്ടത്തിൽ എന്തിനാണ് ഇപ്പോഴും ഇത്തരം വിശ്വാസങ്ങളിൽ അല്ലെങ്കിൽ ഇത്തരം മാമൂൽ കെട്ടുകളിൽ നമ്മൾ കെട്ടിക്കിടക്കുന്നത് എന്താണ് ഉള്ളതാണ് നമ്മൾ ഈ സിനിമകളെ പ്രതിപാദിക്കുന്നത്. അശുദ്ധിയാണ്, അടുക്കളയ്ക്ക് വരണ്ടെന്ന് പറഞ്ഞത്, അത് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നടക്കുന്നുണ്ടോ? എനിക്ക് നേരിട്ട് അനുഭവം ഇല്ല. അല്ല, ഇതെന്താണ് നടക്കുന്നുണ്ടോ ഇല്ലെന്നുള്ളത് ഓരോരുത്തരും സ്വന്തം ചോദിക്കേണ്ട ചോദ്യമാണ്. എനിക്ക് പറയാം, ഞാനൊരു കഥ എഴുതി, ആ കഥ ഞാൻ അതിനകത്ത് വച്ചിട്ടുണ്ട്. ഇത് നടക്കുന്നുണ്ടോ ഇല്ല എന്നുള്ളത് ഓരോരുത്തരും പ്രേക്ഷകരാണ് അല്ലെങ്കിൽ ഇതിന്റെ ഓഡിയൻസ് ആണ് പറയുന്നത്. നേരിട്ട് അങ്ങനെ അനുഭവം ഉള്ളതുകൊണ്ടാണ്, അല്ലെങ്കിൽ അങ്ങനെ കാഴ്ചപ്പാട് കണ്ടുകൊണ്ടാണല്ലോ എഴുതിയിട്ടുണ്ടാവുന്ന
വിചാരിക്കുന്നു, അതുകൊണ്ടാണ് ചോദിച്ചത്. സിനിമയിലെ പല കാര്യങ്ങളും നമ്മുടെ എക്സ്പീരിയൻസ് തന്നെയാണ്, അനുഭവങ്ങൾ തന്നെയാണ്. മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ അങ്ങനെ ഒരു സംഗതി ഉള്ളതായിട്ട് അറിവില്ല. അതാണ് ഞാൻ ആ സീൻ ചോദിക്കുമ്പോൾ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. ഞാനങ്ങനെ അനുഭവിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഞാനങ്ങനെ കണ്ടിട്ടുമില്ല, അതാണ് ചോദിച്ചത്. അല്ല, ഞാൻ എന്നെ മറുപടി പറഞ്ഞു, അതായത് എൻ്റെ എക്സ്പീരിയൻസ് ആണ്. പിന്നെ അതിൻ്റെ ഇതിൻ്റെ ഉറവിടം എവിടെയാണ് അല്ലെങ്കിൽ ഇതിൻ്റെ തെളിവ് എവിടെയാണെന്ന് ചോദിക്കരുത്. കാരണം അത് അങ്ങനെ എക്സ്പീരിയൻസ് ഉള്ള അല്ലെങ്കിൽ അനുഭവം വന്ന ആൾക്കാർ ഇഷ്ടംപോലെ നമുക്കിടയിൽ ഉണ്ടാവാം. അല്ലെങ്കിൽ ഒരു കഥയായിട്ട് നിങ്ങൾ കൂട്ടിയാൽ മതി. ഇതേ സീൻ തന്നെ കുറെ ഹിന്ദു റിലീജിയനെ ബേസ് ചെയ്തിട്ട് കുറെ ഫിലിംസിൽ വന്നിട്ടുണ്ട്, പക്ഷെ മുസ്ലിം റിലീജിയനെ ബേസ് ചെയ്തിട്ട് ആദ്യമായിട്ടാണ് വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. എന്തായാലും വലിയ വിവാദങ്ങളൊന്നും ഉണ്ടാവാതെ ഈ സിനിമ വലിയൊരു വിജയം മാറട്ടെ. അടുത്തടുത്ത് ഇനി ഒരുപാട് സിനിമകൾ ചെയ്യാൻ സാധിക്കട്ടെ. ഒരുപാട് താരങ്ങളെ മലയാള സിനിമയിൽ കൊണ്ടുവരാൻ സാധിക്കട്ടെ. ഇത്ര സമയം എനിക്ക് കാണുമ്പോഴേ ആ ഒരു പെട്ടെന്ന് നമ്മൾ ഫ്ലെക്സ് കാണുമ്പോൾ ഷറഫുദ്ദീനെ പോലെ തോന്നുന്നുണ്ട് കാണാനേ. എന്നെ പോലെയല്ലേ ഷർഫുദ്ദീൻ? നല്ല അത് ആദ്യം വന്ന സമയത്ത് അങ്ങനെ പറഞ്ഞിരുന്നത്. കുറച്ച് നേരം നിങ്ങൾ മാറ്റി പറഞ്ഞു, അത്രേ ഉള്ളൂ. അതുണ്ട്, ശരി അങ്ങനെ. പിന്നെ ആ സംസാര രീതികളും കാര്യങ്ങളും മൊത്തത്തിൽ അങ്ങനെ പലരും പറയാറുണ്ട്. അത് മാറ്റിയെടുക്കണം അല്ലേ? കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ആർട്ടിസ്റ്റുകൾ മോസ്റ്റ്ലി കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ വീടിന്റെ അകത്ത് അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ പണ്ട് കാലത്ത്. കല്യാണം എല്ലാവരും വീടിനകത്ത് തന്നെയാണ്. അങ്ങനെയല്ല, കല്യാണം കഴിഞ്ഞ ഈ ആർട്ടിസ്റ്റുകൾ വീടിന്റെ അകത്ത് ഇരിക്കുന്ന ഒരു സംഭവം ഉണ്ട്. എത്ര ആർട്ടിസ്റ്റുകൾ ഉണ്ട് അങ്ങനെ? ഒത്തിരി പേരുണ്ട്. മെജോറിറ്റി അങ്ങനെ തന്നെയാണ്. കല്യാണം കഴിഞ്ഞാൽ വീടിന്റെ അകം അങ്ങനത്തെ ഒരു പണ്ട് കാലം അങ്ങനെ തന്നെയാണ്. ഇപ്പോഴും അത് നടക്കുന്നുണ്ട്. ഇപ്പൊ അതുകൊണ്ടാണല്ലോ ഇങ്ങനെ ഒരു സിനിമ തന്നെ അങ്ങനെ ഒരു കഥ വന്നത്. എല്ലാവർക്കും അങ്ങനത്തെ ഇങ്ങനെ വേഷങ്ങൾ അല്ല, കിട്ടാൻ അതുകൊണ്ടാണോ വീടിന്റെ അകത്ത് ഒളിപ്പിച്ച് വെച്ചത് ഇത്രയും നല്ലൊരു ആർട്ടിസ്റ്റ്? അതാണ് എന്റെ ചോദ്യം. അത് രഹന പറയും. എന്നെ ആരും ഒളിപ്പിച്ചൊന്നും വെച്ചിട്ടില്ല. ഇത് എവിടെയാ? ഞാനായിട്ട് വീട്ടിലിരുന്നതാണ്. എനിക്ക് കുട്ടികൾ ഭയങ്കര വീക്ക്നെസ് ആണ്. അപ്പൊ കുട്ടികളെ വിട്ടിട്ടുള്ള ഒരു കാര്യത്തിലും എനിക്ക് ഞാനങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. ഫീൽഡിൽ നിന്ന് പോയപ്പോഴും എനിക്ക് അങ്ങനെ പോയിന്ന് തോന്നിയിട്ടില്ല. മാസ്ക് ഉണ്ടല്ലോ, അതുകൊണ്ട് എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. പിന്നെ കുട്ടികളുടെ കാര്യത്തിലൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് എൻഗേജ്ഡ് ആണ്. കലാകാരിയല്ലേ, പുള്ളിന്റെ ഉള്ളിൽ ഒരു ആഗ്രഹം, പാഷൻ അത് ഉള്ളിലുള്ളതുകൊണ്ടാണല്ലോ പെർഫോം ചെയ്യാൻ കിട്ടിയപ്പോ അത് ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. ലേറ്റ് ആയി പോയെന്ന് തോന്നുന്നില്ലേ? അങ്ങനെയൊന്നും തോന്നല്ല, ലേറ്റ് ആയാലും നന്നായി വന്നില്ല. ഈ കഥ ഇപ്പോഴും വന്ന് പറഞ്ഞത് ഒരു 15 കൊല്ലം മുമ്പാണ് നമ്മൾ അന്ന് ചെയ്തത്. എന്നാലും ഇനിയും നല്ല നല്ല സിനിമ ചെയ്യാൻ പറ്റട്ടെ. അദ്ദേഹത്തിന്റെ കൂടെ തന്നെ ഇതുപോലെ കപ്പിളായിട്ട് തന്നെ ചെയ്യാൻ പറ്റട്ടെ. അതാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കണ്ട സ്ഥിതി. ഫെബ്രുവരി 7-ാം തീയതി കേരളത്തിൽ വിവിധ തിയേറ്ററുകളിൽ ഇഴ എന്ന മലയാള ചിത്രം പ്രദർശനത്തിലെത്തുകയാണ്. എല്ലാവരും മാധ്യമപ്രവർത്തകർ മിക്കവരും കണ്ടിട്ടുണ്ട്. ഇതിനെ കാണാത്തവരോട് പറയുക, എല്ലാവരും തിയേറ്ററിലെത്തി പടം വിജയിപ്പിക്കുക.